Hi all, welcome back to Veranda Race Malayalam YouTube channel. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു സീരീസ് പോകുന്നതിൽ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഓൾറെഡി നമ്മൾ ചെയ്ത 4 ക്ലാസ്സുകളും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോണോളജിക്കലി ഓർഡറിൽ ഇപ്പോൾ ഏതാണ് എടുക്കുന്നത്? ഏൻഷ്യൻ ഹിസ്റ്ററി ആണ് എടുക്കുന്നത്. ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ ഓൾറെഡി വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു. ആദ്യത്തെ സ്റ്റോൺ ഏജ്, അത് കഴിഞ്ഞ് വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇന്ത്യയിൽ വരുന്നത്? വേദിക് കാലഘട്ടമാണ്. വേദിക് കാലഘട്ടം കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? എന്താണ് നമ്മൾ പറഞ്ഞത്? വേദിക് കാലഘട്ടം തന്നെ 2 ടൈപ്പാണ്, ഏർലി വേദിക്കും ലേറ്റർ വേദിക്കും. അതിൽ നമുക്ക് ലേറ്റർ വേദിക്കിലാണ് എന്ത് കാസ്റ്റ് സിസ്റ്റം വരുന്നത്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് ഒക്കെ വരുന്നത്. അതിൽ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിന് എതിരെ വന്ന റിലീജിയസ് ഐഡിയാസ് ആണ് എന്ത് ബുദ്ധിസം, ജൈനിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഏതാണ് എടുത്തത്? ബുദ്ധിസം, ജൈനിസം. ആ കണ്ടംപററി ആയിട്ട് നമുക്ക് എന്താണ് കുറച്ച് നാട്ടുരാജ്യങ്ങൾ വരുന്നു, അതാണ് മഹാജനപദാസ്. അതിന്റെ ഫോർമേഷൻ, പൊളിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു 16 മഹാജനപദാസ് ഓടിച്ചിട്ട് നോക്കി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തായിരുന്നു? മഗധയായിരുന്നു. ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ 2 വലിയ എംപയേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് ഏതാണ്? മൗര്യൻ എംപയറും, മറ്റേതാണ്? ഗുപ്ത എംപയറും ആണ്. അപ്പൊ മൗര്യൻ എംപയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഏതൊരു വലിയ എംപയർ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ആണ്. അതിനെ നമ്മൾ എന്താണ് പ്രീ മൗര്യൻ ഡൈനാസ്റ്റീസ് എന്ന് വിളിക്കും. ആ എംപയറിന്റെ സെനിത്ത്, അതിന്റെ പീക്ക് ടൈമിനെയാണ് നമ്മൾ ആ എംപയറിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൗര്യൻ എംപയറും പ്രീ മൗര്യനും നോക്കി. പിന്നെ എന്താണ് ഏതൊരു എംപയറും അതിന്റെ പീക്ക് ടൈം കഴിയുമ്പോൾ വലിയ എന്താണ് ആ റൂളേഴ്സ് ഒക്കെ കുറച്ച് വീക്ക് ആകുമ്പോൾ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാവും. അതാണ് പോസ്റ്റ് ആ എംപയർ. അതാണ് അപ്പൊ നമ്മൾ മൗര്യൻ പറയുന്നെങ്കിൽ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയും. അപ്പൊ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ വരുന്ന ഡൈനാസ്റ്റീസ്, അതായത് വലിയൊരു എംപയർ, മൗര്യൻ എംപയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പ് കണ്ടാണല്ലേ. അതായത് എക്സ്ട്രീം സൗത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ ഇന്ത്യയുടെ ഭാഗവും ഏതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു? മൗര്യൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ എന്താണ് ചെറുതായി ചെറുതായി ഓരോ ഭാഗങ്ങളിലായിട്ട് പല പല രാജാക്കന്മാരെയും പല പല ഡൈനാസ്റ്റീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ആണ് എന്ത് പോസ്റ്റ് മൗര്യൻ പീരീഡ്. പക്ഷെ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ കൂടാണ്. അപ്പൊ ആ ഒരു ഭാഗം പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓർത്താല് പോസ്റ്റ് മൗര്യൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത്? പോസ്റ്റ് മൗര്യൻ കഴിഞ്ഞ് പിന്നെ ഒരു വലിയ എംപയർ വരുന്ന ഏതാണ്? ഗുപ്ത എംപയറും. ലാസ്റ്റിൽ എന്താണ്? ഹർഷവർദ്ധന. ഈ ഒരു സമയത്ത് മൗര്യന്റെ കണ്ടംപററി ആയിട്ട് സൗത്തിൽ നമ്മൾ ആരുണ്ടെന്ന് പറഞ്ഞത്? നമുക്ക് ചോളചേര, പാണ്ഡ്യാസ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് കൂടാണ് നമുക്കിനി ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ കവർ ചെയ്യാനുള്ളത്. അതുകൂടെ കവർ ചെയ്താൽ എന്താണ് ഏൻഷ്യൻ ഹിസ്റ്ററി അത്യാവശ്യം മെയിൻ ടോപ്പിക്സ് ഒക്കെ കവർ ആയെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് വരുന്നത് പോസ്റ്റ് മൗര്യൻ ആണ്. പോസ്റ്റ് മൗര്യൻ. അപ്പൊ മൗര്യൻ പീരീഡ് കഴിഞ്ഞ്, അതായത് മൗര്യൻ രാജവംശം അശോകന്റെ കാലശേഷം, അശോകൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് രാജ്യഭരണം എന്താണ് അത്ര ശ്രദ്ധിച്ചില്ലെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. പല കാരണങ്ങളായിരിക്കാം. അല്ലെങ്കിൽ അശോകന് ശേഷം എന്താണ് വന്ന രാജാക്കന്മാരൊക്കെ വീക്ക് സക്സസ് ചെയ്താണ്. അത് കാരണം ഈ മൗര്യൻ എംപയർ തകർന്ന് പല പല ചെറിയ ചെറിയ സക്സസൈസ് അവർക്ക് വന്നു. ആ സക്സസൈസിനെ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. ഒന്ന് നേറ്റീവ്, ഒന്ന് ഫോറിൻ. എന്താ വാക്കിൽ തന്നെ അർത്ഥം? നേറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർ, അതായത് ഇന്ത്യക്കാർ തന്നെ ആയിട്ടുള്ള രാജാക്കന്മാര് എന്താ മൗര്യന്മാർക്ക് ശേഷം വന്നാണ് നേറ്റീവ് സക്സസൈസ് എന്ന് പറയുന്നത്. ഫോറിൻ സക്സസൈസ് ആരാണ്? അതായത് ഇന്ത്യക്കാരല്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാർ, പുറത്തുനിന്ന് വന്ന സക്സസൈസ് ആണ് ഫോറിൻ സക്സസൈസ്. നേറ്റീവ് ആയിട്ട് വരുന്ന ഡൈനാസ്റ്റികളുണ്ട്. ഏതൊക്കെയാണ്? ശുംഗ ഡൈനാസ്റ്റി വരുന്നുണ്ട് നമുക്ക്, കൻവ, സതവാഹന, ചേടി. ഈ 4 ഡൈനാസ്റ്റീസ് ആണ് എന്ത് മൗര്യൻ കഴിഞ്ഞ് നമുക്ക് എന്താണ് ഈ 4 ഡൈനാസ്റ്റീസും ഇന്ത്യൻ ഒറിജിൻ ആണ്. അതുകൊണ്ടാണ് അവരെ നേറ്റീവ് എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ഒറിജിനായിട്ട് വരുന്ന എന്താണ് മൗര്യൻ കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ശുംഗ, കൻവ, സതവാഹന, ചേടി. ഇതൊരു ഇന്ത്യയുടെ മാപ്പാന്ന് വിചാരിക്കുക. ഏകദേശം ഈ ഒരു ഭാഗത്ത് എന്താണ് ഈ ഒരു മഗധ റീജിയണിലാണ് മഗധ റീജിയണിലാണ് ഈ നേറ്റീവ് സക്സസൈസ് വരുന്നത്. ഇവിടെയാണ് ശുംഗ വരുന്നത്. ശുംഗയെ റീപ്ലേസ് ചെയ്തിട്ട് കൻവ വരുന്നതും എവിടെയാണ്? ഈ ഒരു റീജിയണിലാണ്. ഈ ഒരു ഭാഗം അതായത് കലിംഗ റീജിയണിലാണ് നമുക്ക് ഏത് ഡൈനാസ്റ്റി വരുന്നത്? ചേടി ഡൈനാസ്റ്റി വരുന്നത്. സതവാഹന വരുന്നത് നമുക്ക് ഡെക്കാൻ റീജിയൺ, അതായത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഈ ഒരു റീജിയണിലായിട്ടാണ് നമുക്ക് സതവാഹന ഡൈനാസ്റ്റി വരുന്നത്. ഇതാണ് ഇവരുടെ ഏകദേശം എന്ന് വെച്ചാൽ കറക്റ്റ് അല്ല, ഏകദേശം ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഈ മാപ്പിൽ കാണുന്ന പോലാണ്.
ഏത് നേറ്റീവ് സക്സസേഴ്സിന്റെ ശുങ്കയെ റീപ്ലേസ് ചെയ്ത് അവിടെ കൻവ, അതൊക്കെ ഏകദേശം എന്താണ് ആ ഗാംഗറ്റിക് പ്ലെയിൻ ആ ഒരു റീജിയനിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചേടി വരുന്നത് ഇപ്പൊ പ്രസന്റ് ഡേ ഉള്ള കലിംഗയുടെ പിന്നെന്താണ് കലിംഗ, പിന്നെ മൗര്യൻ, ഞാൻ പറഞ്ഞല്ലോ ബിന്ദുസാരയുടെ കാലഘട്ടത്തിൽ കലിംഗ എന്താണ് മൗര്യൻ എംപയറിലില്ല. അപ്പൊ അശോകൻ എന്ത് ചെയ്യും, ഈ കലിംഗ മൗര്യൻ എംപയറിലേക്ക് ആക്കാൻ, പിന്നീട് കലിംഗ യുദ്ധം നടക്കുകയും അതിനുശേഷമാണല്ലോ അശോകൻ മാറുന്നത്. അപ്പൊ അശോകന്റെ കാലഘട്ടത്തിൽ കലിംഗ എവിടാണ് മൗര്യൻ എംപയർ ഉണ്ടല്ല. പിന്നീട് ഈ മൗര്യൻ എംപയർ തകർന്നു കഴിയുമ്പോൾ കലിംഗ സെപ്പറേറ്റ് ഒരു ഡൈനാസ്റ്റിയുടെ അണ്ടറിലാവും. അതാണ് ചേടി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ചേടി വേറെയും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മഹാജനപദാസ് പറഞ്ഞ കൂട്ടത്തിൽ 16 മഹാജനപദകളിൽ ഒന്നായിരുന്നു ചേടി. അപ്പൊ അതിന് വേറൊരു ക്യാപിറ്റലാണ് വരുന്നത്. ഇവിടെ ചേടി അതൊരു ഡൈനാസ്റ്റി ആയിട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ ചേടി രണ്ടുകൂടെ ക്ലാഷ് ആവരുത്. അവിടെ നമ്മൾ പഠിച്ചത് മഹാജനപദാസ് ആയിട്ടുള്ള ചേടിയാണ്. ഇവിടെ വരുന്നത് ചേടി ഡൈനാസ്റ്റി, അതായത് മൗര്യൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡൈനാസ്റ്റി, കലിംഗ ഭാഗത്ത് ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് എന്തെന്ന് പറയുന്നത് ചേടി എന്ന് പറയുന്നത്. സതവാഹനാസ് അല്ലെങ്കിൽ ആന്ധ്രാസ് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന ഇത്രയും പോർഷനല്ല, കുറച്ചുകൂടെ വലിയ പോർഷനാണ്. ഏകദേശം പറഞ്ഞാൽ ഡെക്കാൻ റീജിയൻ, അതായത് മൗര്യന്മാരുടെ കാലശേഷം ഡെക്കാൻ റീജിയൻ ഭരിച്ചിരുന്ന ആരാണ് സതവാഹനാസ്. ഇത്രയും പേരാണ് എന്ത് നേറ്റീവായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള മൗര്യന്മാരുടെ എന്താണ് പിൻഗാമികളെന്ന് നമുക്ക് പറയാം. അപ്പൊ വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ ഫോറിൻ സക്സസേഴ്സ് ആരാണ്? അതിൽ ആദ്യം വരുന്നതാണ് ഇൻഡോ ഗ്രീക്സ്. ഇപ്പൊ പേരിൽ തന്നെ ഉണ്ട് ഇന്ത്യക്കാരും ഗ്രീക്സും. ഇതിൽ പല തിയറീസ് ഉണ്ട്. എന്താണ് അലക്സാണ്ടർ യുദ്ധമൊക്കെ നമ്മൾ പറഞ്ഞ ഏതാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്. തിരിച്ചു പോയ വഴിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ആർമി ഇന്ത്യയിൽ പല ഭാഗത്തായി സെറ്റിൽ ചെയ്യും. അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായതാണ് ഇൻഡോ ഗ്രീക്സ്. അതല്ലാതെയും കുറച്ച് തിയറി ഉണ്ട്, അത് നമുക്ക് ആ പോർഷൻ വരുമ്പോൾ നോക്കാം. അപ്പൊ അതിൽ വരുന്നത് ഇൻഡോ ഗ്രീക്സ്, രണ്ടാമത് വരുന്നത് ഷാഗാസ്, 3 പാർത്തിയൻസ്, 4 കുഷാനാസ്. ഇവര് ഈ ഒരു എന്താണ് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്യൻസ്, കുഷാനാസ്, ഇവരാണ് മൗര്യൻ കഴിഞ്ഞിട്ട് വരുന്ന ഫോറിൻ സക്സസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു ജോഗ്രഫിക്കൽ എസ്റ്റർ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം, ഇൻഡോ ഗ്രീക്സ് ഒക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ ഏകദേശം നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈ ഒരു ഭാഗത്താണ് ഫോറിൻ സക്സസേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഫോറിൻ സക്സസേഴ്സ് കൂടുതൽ എവിടെയാണ് ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താന്ന് പറയാം. കുറച്ചുകൂടെ എന്താണ് ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡിൽ ഓരോ ഡൈനാസ്റ്റിയുടെയും അല്ലെങ്കിൽ സക്സസേഴ്സിന്റെ കാലഘട്ടത്തിൽ വ്യത്യാസം വരും. ഏകദേശമാണ് ഞാൻ പറയുന്നത്. ഏകദേശം അവർ ഏത് ഏരിയ അക്യുമുലേറ്റ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിരുന്നു കൂടുതലും എന്താണ് ഫോറിൻ സക്സസേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മൗര്യൻ കഴിഞ്ഞിട്ട് നമുക്ക് 2 ടൈപ്പ് സക്സസേഴ്സ് ആണ്. ഒന്ന് ഇന്ത്യക്കാരായ സക്സസേഴ്സ്, ഇന്ത്യൻ ഒറിജിനുള്ള സക്സസേഴ്സും, അവരെയാണ് നമ്മൾ നേറ്റീവ് സക്സസേഴ്സ് എന്ന് പറയുന്നത്. മറ്റേതെന്താണ് ഫോറിൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ എന്താണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, പോസ്റ്റ് മൗര്യനിലെ ഞാൻ പറഞ്ഞല്ലോ നേറ്റീവ് റൂളേഴ്സ് ആയിട്ട് ഏതൊക്കെ ഡൈനാസ്റ്റിയാണ്? ശുംഗ, കൻവ, സതവാഹന, ചേടി. 4 ഡൈനാസ്റ്റീസ് ആണ് നമുക്ക് നേറ്റീവ് റൂളേഴ്സിൽ വരുന്നത്. ഏകദേശം ആ ഭാഗം ഞാൻ പറഞ്ഞതിന്റെ യഥാർത്ഥ അത് കണ്ടാൽ ഇന്ത്യ പോലെ തോന്നില്ലല്ലോ, ഇത് കണ്ടാൽ ഇന്ത്യ ആണല്ലോ. നോക്കി, ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം ഇതൊരു എന്താണ് ഗാംഗറ്റിക് പ്ലെയിൻ ആണ്. ഇവിടെയാണ് ശുംഗയുടെ എംപയർ വരുന്നത്, അതായത് മൗര്യൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എംപയർ. ഈ ശുംഗയെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? കൻവ. അപ്പൊ കൻവയും ഏകദേശം ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഭാഗത്താണ് വരുന്നത്. സതവാഹന വരുന്ന കണ്ടില്ലേ, ഡെക്കാൻ റീജിയൻ ആണ്. താഴെ നിൽക്കറിയാം ചോളചേര പാണ്ഡ്യാസ് ആണ്. ഈ വെസ്റ്റേൺ ഭാഗത്താണ് എന്ത് ബാക്കി ഫോറിൻ ഇൻവേഷൻസ് ഒക്കെ വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ശുംഗ എംപയർ ആണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ആദ്യത്തെ എംപയർ ഏതാണ്? ശുംഗ എംപയർ ആണ്. ഇത് തന്നെ ആ ഒരു നിങ്ങൾ നോക്കിയാൽ മതി, ശുംഗ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? കൻവ കാണാൻ പറ്റും. സതവാഹനാസ് ഇവിടെ തന്നെ. ഇവിടെ നോക്ക്, മഹാമേഘവാഹനാസ്. ഇതെന്ന് പറയുന്നത് ഈ ചേടി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറുടെ പേര് മഹാമേഘവാഹന അല്ലെ മേഘവാഹന എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഡൈനാസ്റ്റി എന്തും അറിയപ്പെട്ടിരുന്നു? മഹാമേഘവാഹനാസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഡൈനാസ്റ്റി ഏതാണ്? ചേടിയാണ്. ഈ ഭാഗം ഏതാണ് വരുന്നത്? കലിംഗയാണ്. ഓക്കെ, നമ്മൾ ഡൈനാസ്റ്റി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നോക്കും. ഇതാണ് ഏകദേശം മാപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, അതാണ് ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഫോറിൻ സക്സസേഴ്സ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ മാപ്പിൽ നമുക്കിവിടെ ഇൻഡോ ഗ്രീക്സിനെ കാണാമെങ്കിൽ ഇവിടെ ഇൻഡോ ഗ്രീക്സ് കഴിഞ്ഞ അടുത്ത അവരെ റീപ്ലേസ് ചെയ്ത് ആരാണ് വരുന്നത്? ഷാഗാസ്. നേറ്റീവ് റൂളേഴ്സിൽ ശുംഗ ആയിരുന്നെങ്കിൽ ശുംഗയെ റീപ്ലേസ് ചെയ്തിട്ട് ആരാണ് വരുന്നത്? കൻവ. സതവാഹനാസും ചേടീസും എന്താണ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യത്തെ ശുംഗ ഡൈനാസ്റ്റി നോക്കാം. അപ്പൊ ശുംഗ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മൗര്യൻ ഡൈനാസ്റ്റിയിൽ
ബുദ്ധിസം ആണ് അശോകൻ എന്താണ് അവസാന കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. ബുദ്ധിസം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞു ബുദ്ധിസം എന്ന റിലീജിയസ് ഐഡിയ എന്തിനെതിരെ വരുന്നതാണ്? ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെതിരെ വരുന്നതാണ്. അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെതിരെ വന്നുകൊണ്ട് അശോകൻ ഈ ബുദ്ധിസം അഡോപ്റ്റ് ചെയ്തത് ആർക്കത്ര ഇഷ്ടമായി കാണത്തില്ല? ബ്രാഹ്മിൺസിന് പൊതുവെ ഇഷ്ടമായി കാണത്തില്ല. അപ്പോൾ ആ ബ്രാഹ്മണായിട്ടുള്ള ഒരു അശോകന്റെ എന്താണ് അല്ലെ മൗര്യൻ സാമ്രാജ്യത്തിൽ ലാസ്റ്റ് റൂളർ ആരാണ്? ബൃഹദ്രഥയുടെ കൊട്ടാരത്തിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ആര്? പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുഷ്യമിത്ര ശുംഗ എന്ത് ചെയ്യും? ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹദ്രഥയെ കൊല്ലും. ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹദ്രഥയെ കൊന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കിങ്ഡം ആണ് എന്തെന്ന് പറയുന്നത്? ശുംഗ ഡൈനാസ്റ്റി. അപ്പൊ ഫൗണ്ടർ ആരാണ്? പുഷ്യമിത്ര ശുംഗ. ഇദ്ദേഹം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എന്താണ് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് തന്നെ ബ്രാഹ്മിൺസ് ഒക്കെ എതിരായിരുന്നു. അപ്പൊ ഇവരൊരു ഡൈനാസ്റ്റി പ്രൊമോട്ട് ചെയ്യാൻ ഇദ്ദേഹം എന്താണ്? ഒരു ബ്രാഹ്മണാണ്. അപ്പം മൗര്യന്റെ കാലഘട്ടത്തിൽ ബ്രാഹ്മിൺസിന് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൗര്യൻ റൂളറെ കൊന്നുകൊണ്ട് പുഷ്യമിത്ര ശുംഗ പവറിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൂടുതൽ ഈ ബ്രാഹ്മണിക്കൽ ഐഡിയാസ് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക. അതായത് വേദിക് കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആര് നോക്കിയിട്ടുണ്ട്? പുഷ്യമിത്ര ശുംഗ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള യാഗങ്ങളും കാര്യങ്ങളും നമ്മൾ എവിടെ കണ്ടേ? വേദിക് ഏജിൽ. അപ്പൊ വേദിക് ഏജിലുള്ള കുറച്ച് യാഗങ്ങളും കാര്യങ്ങളും നമുക്ക് എവിടെ കാണാൻ പറ്റും? ശുംഗ ഡൈനാസ്റ്റിയിലും കാണാൻ പറ്റും. അദ്ദേഹം എന്താണ്? 2 അശ്വമേധ യാഗം പതഞ്ജലിയുടെ അണ്ടറിൽ കണ്ടക്ട്. ഞാൻ അശ്വമേധ യാഗം എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. അതെന്താണ്? പതഞ്ജലിയുടെ അണ്ടറിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് കാളിദാസൻ എഴുതിയ മാളവികാഗ്നിമിത്രം. ആ മാളവികാഗ്നിമിത്രത്തിൽ ആരുടെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട്? പുഷ്യമിത്ര ശുംഗയുടെ കാലഘട്ടം. ഈ മാളവിക അഗ്നിമിത്രം പറയുന്ന അഗ്നിമിത്ര എന്ന് പറയുന്നത് അടുത്ത ഒരു റൂളർ ഇതിൽ തന്നെ വരുന്നതാണ്. അപ്പൊ അഗ്നിമിത്രയുടെ മാളവികയുടെ എന്താണ് പ്രണയകഥയാണ് ഏതിൽ വരുന്നത്? മാളവിക അഗ്നിമിത്രത്തിൽ വരുന്നത്. എഴുതിയത് ആരാണ്? കാളിദാസനാണ്. ഓക്കെ, അത് റിലേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പൊ മെയിനായിട്ട് ഇദ്ദേഹം ഒരു ബ്രാഹ്മൺ ആയതുകൊണ്ട് എന്തായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ഒരു മൗര്യൻ ടൈമിൽ എന്താണ് തകർന്നു പോയ ബ്രാഹ്മിൺസിന്റെ സ്റ്റാറ്റസ് പിന്നെയും കൊണ്ടുവരാനായിരിക്കും അദ്ദേഹം നോക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താ പ്രൊമോട്ട് ചെയ്തത്? അതാണ് ഹി പ്രൊമോട്ടഡ് ബ്രാഹ്മണിസം എന്ന് പറയുന്നത്. അപ്പൊ ദിസ് പീരീഡ് സോ എ റിവൈവൽ ഓഫ് ഭഗവതിസം. അതായത് ഭഗവാന്റെ കൃഷ്ണന്റെ പല കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് ഈ ബ്രാഹ്മിൺസ് ഒക്കെയാണ് ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഭഗവതിസത്തിന്റെ ഒരു റിവൈവൽ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ക്യാപിറ്റൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാപ്പ് കാണിച്ചായിരുന്നു എവിടാണ്? ഗാംഗറ്റി പ്ലെയിനിൽ ആയതുകൊണ്ട് തന്നെ മൗര്യന്റെ ഒക്കെ ക്യാപിറ്റൽ തന്നെയാണ് ഇവർക്ക് വരുന്നത്. ഏതാണ്? പാട്ടലിപുത്രയാണ്. ബീഹാർ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഏതാണ് ക്യാപിറ്റൽ വരുന്നത്? പാട്ടലിപുത്ര. അപ്പം ആദ്യത്തെ ഫൗണ്ടർ എന്ന് പറയുന്ന ശുംഗ ഡൈനാസ്റ്റിയുടെ ആരാണ്? ലാസ്റ്റ് റൂളറായ ബൃഹദ്രഥയെ കൊന്നുകൊണ്ട് വരുന്ന പുഷ്യമിത്ര ശുംഗയാണ്. അപ്പൊ മെയിനായിട്ട് ബ്രാഹ്മണിക്കൽ എന്താണ് ഡൊമിനൻസ് അതല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ റൂളറാണ് ആര്? അഗ്നിമിത്ര. അഗ്നിമിത്ര ആരുടെ മകനാണ്? നമ്മൾ പറഞ്ഞ പുഷ്യമിത്ര ശുംഗയുടെ മകനാണ്. അപ്പൊ ഇതിൽ മെയിൻ പോയിന്റ്സ് വരുന്നത് മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കാളിദാസൻ രചിച്ച ആ ഒരു മഹാനോവല്, അതിലൊക്കെ നായകൻ എന്ന് പറയുന്ന ആരാണ്? ഈ അഗ്നിമിത്ര എന്ന് പറയുന്ന ഈ രാജാവാണ്. നായിക മാളവിക. ഇവരുടെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലവ് സ്റ്റോറി ഒക്കെയാണ് ഇത് ബേസ് ചെയ്ത് വരുന്ന ലവ് സ്റ്റോറിയാണ് കാളിദാസൻ പിൽക്കാലത്ത് എഴുതിയത്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ മനുസ്മൃതി കമ്പയർ ചെയ്യുന്നത് ഈ അഗ്നിമിത്രയുടെ കാലഘട്ടത്തിലാന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം നേരത്തെയും പല ഗ്രീക്ക് രാജാക്കന്മാരും എന്താണ് ഈ മൗര്യൻ കോർട്ടിലോട്ടൊക്കെ അവരുടെ അംബാസഡേഴ്സിനെ വിട്ടിരുന്നു. അതുപോലെ തന്നെ ശുംഗ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലും ഗ്രീക്ക് കിങ് ആയ ആന്റിയാൽസിഡാസ് എന്താണ് അദ്ദേഹത്തിന്റെ അംബാസഡറായ ഹീലിയോഡോറസിനെ എവിടേക്ക് വിട്ടിരുന്നു? ശുംഗ ഡൈനാസ്റ്റിയിലെ അഗ്നിമിത്രയുടെ കോർട്ടിലേക്ക് വിട്ടിരുന്നു. ഈ ഹീലിയോഡോറസ് ഇവിടെ വന്നിട്ട് എന്താണ് അതായത് ഒരു പില്ലറൊക്കെ പണിതു. ഗുരുദ്വതയിലാണ് അത് വരുന്നത്. എന്താണ് വസുദേവയുടെ ഹോണറിലായിട്ട് വരുന്നതാണ്. അപ്പൊ ആ ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഏതിലാണ് വരുന്നത്? ആ സമയത്തെ ലോക്കൽ ലാംഗ്വേജ് എന്തായിരുന്നു? പ്രാകൃത് ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് എന്താണ് അഗ്നിമിത്രയാണ് കാളിദാസന്റെ മാളവിക അഗ്നിമിത്രത്തിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന റൂളേഴ്സ് വസുമിത്ര അല്ലെങ്കിൽ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ദേവഭൂതിയാണ്. അപ്പോൾ ദേവഭൂതി ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പറഞ്ഞ ഇത് നമുക്ക് ഒരു ഏകദേശം ഡൈനാസ്റ്റി അറിഞ്ഞാൽ മതി. എന്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് മാത്രം നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നോക്കുകയാണെങ്കിൽ മൊത്തം ശുംഗ ഡൈനാസ്റ്റിയിൽ 2 പേരെയാണ് പഠിക്കേണ്ടത്. ആരൊക്കെയാണ്? പുഷ്യമിത്ര ശുംഗയും അദ്ദേഹത്തിന്റെ മകനായ അഗ്നിമിത്രയാണ് പഠിക്കേണ്ടത്. അപ്പോൾ പുഷ്യമിത്ര ശുംഗയാണ് ഫൗണ്ടർ. അഗ്നിമിത്രയുടെ പോയിന്റ് നമ്മൾ പഠിച്ചല്ലോ, മനുസ്മൃതി ഈ കാലഘട്ടത്തിലാണ് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. പുഷ്യമിത്ര ശുംഗയുടെ മകനാണ്. ഇദ്ദേഹമാണ് എന്ത് മാളവിക അഗ്നിമിത്രത്തിലെ നായകൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്ന അംബാസഡറും അദ്ദേഹം ഇവിടെ ഒരു പില്ലർ പണിതിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. മൂന്നാമത്തെ റൂളർ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പേര് മാത്രം കൊടുത്തേക്കുന്നത്, വസുമിത്ര.
4 റൂളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് റൂളർ ആരാണ്? ദേവഭൂതിയാണ്. ഇനി ഈ ദേവഭൂതിയെ കൊന്നുകൊണ്ട് അടുത്തൊരാൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈനാസ്റ്റിയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഏതാണ്? കൻവ ഡൈനാസ്റ്റി. അപ്പൊ കൻവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് വസുദേവ കൻവയാണ്. അപ്പൊ അദ്ദേഹം ഇതെങ്ങനെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? ലാസ്റ്റ് റൂളറായ ശുംഗ കിങ് ആരാണ്? ദേവഭൂതിയെ കൊന്നുകൊണ്ടാണ് കൻവ റൂളറായ വസുദേവ കൻവ ഏത് ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത്? കൻവ ഡൈനാസ്റ്റി. അപ്പൊ നമ്മൾ മാപ്പിൽ കണ്ടായിരുന്നു എവിടെ ആയിരുന്നവർ? ഗാംഗറ്റിക് പ്ലെയിൻ. അതായത് ശുംഗ എവിടെ ആയിരുന്നു ഉണ്ടത്? രണ്ടാമത്തെ മാപ്പ് ആയപ്പോഴത്തേന് ആ ശുംഗയുള്ള പ്ലേസിൽ എന്ത് വന്നു? കൻവ വന്നു. അതിൽ കൂടുതൽ ഫൗണ്ടേഷൻസ് കാര്യങ്ങൾ ഡീപ്പായിട്ട് നമുക്ക് എന്താണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറില്ല. ജസ്റ്റ് റൂളേഴ്സിന്റെ പേര് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ റൂളർ ആരാണ്? ഭൂമിമിത്രയാണ്. മൂന്നാമത്തെ ആരാണ്? നാരായണയാണ്. നാലാമത്തെ ലാസ്റ്റ് ഫൈനൽ റൂളർ ആരാണ്? സുശർമ്മനാണ്. ഓക്കെ, അപ്പൊ കൻവ ഡൈനാസ്റ്റിയിൽ മെയിൻ ഓർക്കേണ്ടത് ഒരു പേര് മാത്രമാണ്. ഫൗണ്ടർ ആരാണ്? വസുദേവ കൻവ. പിന്നുള്ള പോയിന്റ് എന്താണ്? ശുംഗയെ റീപ്ലേസ് ചെയ്ത് ഗാംഗറ്റിക് പ്ലെയിനിൽ വന്ന മൗര്യന്റെ സക്സസർ ആണ് ആരെന്ന് പറയുന്നത്? കൻവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആന്ധ്രാസ് അല്ലെ സതവാഹനാസ്. ഞാൻ മാപ്പ് കാണിച്ചപ്പോൾ നമ്മൾ എവിടെയാണ്? ഡെക്കാൻ റീജിയനിലുള്ള മൗര്യന്റെ സക്സസേഴ്സ് ആണെന്ത്? സതവാഹനാസ് എന്ന് പറയുന്നത്. ഡെക്കാൻ റീജിയൻ സെൻട്രൽ, അതായത് മഹാരാഷ്ട്ര, നോർത്തേൺ ആന്ധ്രാപ്രദേശ്, ആ ഒരു ഭാഗങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഡെക്കാൻ റീജിയനിലാണ് ആര് പവർ വന്നത്? സതവാഹനാസ് എന്ന് പറയുന്ന പവർ വന്നത്. അപ്പൊ അവരെന്താണ്? അതാണ് കൊടുത്തേക്കുന്ന പവർ എന്താണ്? ഡെക്കാനാണ്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൈത്ത് അല്ലെങ്കിൽ പ്രതിസ്ഥാന എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്ര. ഇവർക്ക് 2 ക്യാപിറ്റൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പൈത്തന്, പിന്നെ ഏതാണ്? അമരാവതി. ഈ 2 ക്യാപിറ്റലും ആര് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു? സതവാഹനാസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് സിറ്റിയാണ് കല്യാൺ. മഹാരാഷ്ട്രയിൽ വരുന്ന കല്യാൺ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. സതവാഹന എംപയറിന്റെ അല്ല ഡൈനാസ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് സിറ്റി വേറെയും ഉണ്ട്. ഉള്ള പോർട്ട് സിറ്റികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? കല്യാണാണ്. പിന്നെന്താണ്? കുറേ ലെഡ് കോയിൻസ് ഒക്കെ ഇവരുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോയിൻസ് കൂടുതലും പഠിച്ച ഏതാണ്? ഓക്കെ, നമ്മൾ കോയിൻസിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇനിയാണ് ഇൻഡോ ഗ്രീക്സ് ഒക്കെ വരുമ്പോഴാണ് ഗോൾഡ് കോയിൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, ഇതിൽ അടുത്ത പോയിന്റ് കൊടുത്തേക്കുന്നത് മൗര്യന്മാരുടെ സക്സസേഴ്സ് ആയിരുന്നു. ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് the first rulers to make land grants to ബ്രാഹ്മണാസ് അല്ലെ ബ്രാഹ്മണർക്ക് ആദ്യമായിട്ട് ലാൻഡ് ഗ്രാൻസ് കൊടുത്ത ഡൈനാസ്റ്റി ഏതാണ്? സതവാഹന ഡൈനാസ്റ്റിയാണ്. അതാണ് ചോദിച്ചിട്ടുള്ളതാണ്. who were the first rulers to give land grants to Brahmins? ബ്രാഹ്മിൻസിന് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന ആദ്യത്തെ ഡൈനാസ്റ്റി ആരാണ്? സതവാഹനാസ് ആണ്. അത് ഓർത്ത് വെക്കുക. അപ്പം മനസ്സിലായാലും ഇവർ ഡെക്കാൻ റീജിയനാണുള്ളത്. ഇവർക്ക് 2 ക്യാപിറ്റൽ ആയിരുന്നു. എന്താണെന്ന്? പ്രതിസ്ഥാന അല്ലെ പൈത്തന്, പിന്നെ മറ്റേതായിരുന്നു? അമരാവതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് സിറ്റി ഇവരുടെ ഏതാണ്? മഹാരാഷ്ട്രയിൽ വരുന്ന കല്യാണാണ്. ലെഡ് കോയിൻസ് കുറെ എന്താണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സക്സസേഴ്സ് അല്ല, ഇവര് ആദ്യത്തെ റൂളേഴ്സ് ആണ്. എന്തുകൊണ്ട്? ബ്രാഹ്മിൻസിന് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന ആദ്യത്തെ റൂളേഴ്സ് ആണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫൗണ്ടർ ഓഫ് സതവാഹന ഡൈനാസ്റ്റി ചോദിച്ചിട്ടുള്ളതാണ് സിമുകയാണ്. ഓക്കെ, സതവാഹന ഡൈനാസ്റ്റി ഏകദേശം 450 വർഷം ഇന്ത്യ ഭരിച്ച ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. കാരണം നമുക്ക് എന്താണ് BC അവസാനം തൊട്ട് AD തുടക്കം ഏകദേശം ഒരു നല്ല പോർഷൻ എന്താണ് BC. ഇപ്പം മൗര്യൻ പീരീഡിന്റെ സെനറ്റ് ടൈം എന്ന് പറയുന്നത് 300 BC. 300 BC കഴിഞ്ഞൊരു 200 ലാസ്റ്റിലേക്ക് എന്താണ് മൗര്യൻ പീരീഡ് നശിക്കുക. അപ്പൊ 200 ലാസ്റ്റ് മുതൽ അടുത്ത 200 ലാസ്റ്റ് BC മുതൽ അടുത്ത 200 AD വരെയൊക്കെ ഏകദേശം ആരാണ്? ഡെക്കാൻ റീജിയനിൽ സതവാഹനാസ് മാത്രമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 450 വർഷത്തോളം ആര് ഭരിച്ചിട്ടുണ്ട്? സതവാഹനാസ് ഭരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള 2-3 പേരുകളേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ പേര് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊന്നുമല്ല, ഫൗണ്ടർ ആരാണെന്നാണ്. ആരാണ് ഫൗണ്ടർ വരുന്നത്? സിമുകയാണ്. ഇനി സിമുകയെ എന്താണ് റീപ്ലേസ് ചെയ്ത് വരുന്നത്, സക്സീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറായ കൻഹയാണ്. ഇനി 2-3 പേരുകൾ ഓർത്താൽ മതി. അതിൽ 3ാമത്തെ റൂളറിന്റെ പേരാണ് സതകർണി. അത് കഴിഞ്ഞ് 17ാമത്തെ റൂളറാണ് ഹാല. അപ്പോൾ വേറെ പേരുകൾ ഏതൊക്കെയാണ്? സതകർണി, ഹാല. ഓക്കെ, സതകർണിയുടെ കാലഘട്ടത്തിൽ എന്താണ് ഈ എംപയർ കുറച്ചുകൂടെ വലുതായി, കുറേയും കൂടെ എന്താണ് വേദിക് സാക്രിഫൈസസ് ഒക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നെന്നാണ് പറയുന്നത്. ഇനി 17ാമത്തെ റൂളറായ ഹാല, ഞാൻ പറഞ്ഞ ഏകദേശം 450 വർഷം ഉള്ളതുകൊണ്ട് ഇതിൽ കുറേ റൂളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ മാത്രം നോട്ട് ചെയ്തിരുന്നാൽ മതി. ഒന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫൗണ്ടർ സിമുകയാണ്. എന്താണ് സിമുക കഴിഞ്ഞ് കൻഹയാണ് വരുന്നത്. 3ാമത്തെ സതകർണി ആയപ്പോഴത്തേന് കുറച്ചുകൂടെ എന്താണ് ഈ ഒരു ഡൈനാസ്റ്റി കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആയി. അത് കഴിഞ്ഞ് ഹാലയുടെ വരുന്നത് പോയിന്റ് വരുന്ന ഇതാണ്, ഓർഡർ ഓഫ്
ഗതസപ്തസതി. ഗതസപ്തസതി എന്ന് പറയുന്ന കുറച്ച് എന്താണ് ലവ് പോയംസ് ഒക്കെ ഉള്ള ഒരു ബുക്ക് എഴുതിയത്, പ്രാകൃത് എന്ന ഭാഷയിൽ എഴുതിയത് ആരാണ്? ഹാല എന്ന് പറയുന്ന സതവാഹന കിങ് ആണ്. ഇത് വേണമെങ്കിൽ ചോദിക്കാം. ബുക്ക് ഏതാണ്? ഗതസപ്തസതി. എഴുതിയത് ആരാണ്? ഹാല. അപ്പൊ ഈ ഹാല ഏത് ഡൈനാസ്റ്റി വരുന്നതാണ്? സതവാഹന ഡൈനാസ്റ്റിയിൽ. ഏത് ഭാഷയിലാണ് എഴുതിയത്? പ്രാകൃത്. അപ്പൊ പേരുകൾ സിമുക, കൻഹ, സതകർണി, ഹാല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഏറ്റവും എന്താണ്, ഒരു രാജാവിനെ ഓർത്തില്ലെങ്കിലും ഒറ്റ പേര്, ഫൗണ്ടർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള പേരാണ് ഗൗതമി പുത്ര സതകർണി. ഇപ്പൊ എന്താണ് ആ പേരിന്റെ ഒരു ഇമ്പോർട്ടൻസ്? ഗൗതമി പുത്ര, അതായത് ഗൗതമിയുടെ പുത്രനായ സതകർണി. അതായത് വുമൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. സൊസൈറ്റി പാട്രിയാർക്കലായിരുന്നെങ്കിലും വുമന് കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞു വുമന്റെ സ്റ്റാറ്റസ് എപ്പോഴാണ് ഹിസ്റ്ററിയിൽ ഡിക്ലൈൻ ആവുന്നത് നമ്മൾ കാണുന്നത്? ഏർലി വേദിക് ഏജിൽ എന്താണ്? വുമന് അസംബ്ലീസിൽ പങ്കെടുക്കാം. ലേറ്റർ വേദിക് ഏജ് മുതലാണ് വുമന്റെ സ്റ്റാറ്റസ് എന്താണ്, മൊത്തം ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡിക്ലൈൻ ആവുന്നത്. പിന്നെ കുറച്ചുകൂടെ വുമന്റെ സ്റ്റാറ്റസിന് ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിയ കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഈ സതവാഹന ഡൈനാസ്റ്റി. അതൊക്കെ നമുക്ക് അവരുടെ പേരുകളിൽ നിന്ന് തന്നെ, രാജാക്കന്മാരുടെ പേരുകൾ തന്നെ എന്താണ്, അവരുടെ അമ്മയുടെ പേര് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സൊസൈറ്റി എന്താന്ന് പറയാം? കുറച്ചുകൂടെ വുമന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാന്ന് പറയാം. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ ഒരു സതവാഹന ഡൈനാസ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ആര്? ഗൗതമി പുത്ര സതകർണി എന്ന് പറയുന്നത്. ഈ ഒരു ഡൈനാസ്റ്റി കുറച്ചുകൂടെ വലിയ നിലയിലേക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാനും കുറച്ചുകൂടെ എന്താണ് അതിനൊരു പബ്ലിക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഗൗതമി പുത്ര സതകർണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിന്റെ അമ്മ വരുന്നത് ഗൗതമി ബാലശ്രീയാണ്. ഇവരെന്താണ്, ഈ അമ്മ ഒരു ഇൻസ്ക്രിപ്ഷൻ, നിങ്ങൾക്കറിയാം ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ അറിയാലോ, എന്താ ഒന്നെങ്കിൽ പാറയായിരിക്കും, എവിടെയെങ്കിലും റൈറ്റിംഗ്സ് ആണ്. ഇതൊക്കെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആയിട്ട് ഒരിടത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ്? നാസിക്കാണ്. ചില ഇൻസ്ക്രിപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ നാസിക് ഇൻസ്ക്രിപ്ഷൻ ആരുമായിട്ട്, ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഏതെങ്കിലും ഇൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഇത് ഏത് രാജാവുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നാസിക് ഇൻസ്ക്രിപ്ഷൻ ഏത് രാജാവുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഗൗതമി പുത്ര സതകർണിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷന് മുൻകൈ എടുത്ത ആരാണ്? അദ്ദേഹത്തിന്റെ അമ്മയായ ഗൗതമി ബാലശ്രീയാണ്. അപ്പൊ നാസിക് ഇൻസ്ക്രിപ്ഷൻ ആരുടെ അച്ചീവ്മെന്റ്സ് ആണ് കാണിക്കുന്നത്? അപ്പോൾ ഓരോ ഇൻസ്ക്രിപ്ഷനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ ആ ഇൻസ്ക്രിപ്ഷനിലെ മെയിൻ ആരെ പറ്റിയാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. നാസിക് ഇൻസ്ക്രിപ്ഷനിൽ ആരാണ് വരുന്നത്? ഗൗതമി പുത്ര സതകർണി. പിന്നെ വേറെ വരുന്ന റൂളേഴ്സ് ആണ്. അടുത്തത് വശിഷ്ഠി പുത്ര ശ്രീ സതകർണി വരുന്നുണ്ട്, 24ാമത്തെ. ലാസ്റ്റ് എന്താണ് 27th റൂളറായിട്ട് യജ്ഞശ്രീ സതകർണി ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് വരുന്ന 27ാമത്തെ റൂളറാണ് ഷാഗാ റൂളേഴ്സിനെ ഇന്ന് മാൽവാ റീജിയനൊക്കെ എന്താണ് എടുത്ത് തിരിച്ചു മേടിക്കുന്നത്. നമുക്കിപ്പോൾ ഇത്ര മൊത്തം നോക്കുകയാണെങ്കിൽ സതവാഹനയെ പറ്റി ഇത്രയും ബേസിക് ഐഡിയാസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഡെക്കാൻ റീജിയനിലാണ് സതവാഹന വരുന്നത്. 2 ക്യാപിറ്റൽസ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. മെയിൻ പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കല്യാണാണ്. മെയിൻ ഫൗണ്ടർ വന്നാൽ ആരാണ്? സതവാഹന സിമുകയാണ് വരുന്നത്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് പേരാണ് ഹാല. ഹാല എഴുതിയ ബുക്ക്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് റൂളർ ആരാണ്? ഗൗതമി പുത്ര സതകർണിയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു എംപയർ അതിന്റെ സെനത്തിൽ എത്തുന്നത്. ഇനി ഗൗതമി പുത്ര സതകർണിയുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? നാസിക് ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് ആര് മുൻകൈ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്? ഗൗതമി ബാലശ്രീയാണ്. പിന്നെ ബാക്കിയുള്ള 2 റൂളേഴ്സിന്റെ പേരേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു കാലഘട്ടത്തിൽ സതവാഹനാസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ സ്തൂപ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്തൂപ ഉണ്ടായിരുന്നല്ലേ? ഏതാണ്? സാഞ്ചി സ്തൂപ. അശോകൻ പണി കഴിപ്പിച്ച സാഞ്ചി സ്തൂപ. സ്തൂപാസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ബുദ്ധന്റെ അവശിഷ്ടങ്ങളൊക്കെ, ലാസ്റ്റ് റിലിക്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സ്തൂപാസ്. അപ്പൊ ഈ ഒരു സതവാഹന ടൈമിലും എന്താണ് ഈ ഒരു സ്തൂപാസ് പണിതിട്ടുണ്ടായിരുന്നു. അതെവിടെയാണ് വരുന്നത്? അമരാവതിയിലും നാഗാർജുന കൊണ്ട എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ സ്തൂപാസ്. എന്ന് പറഞ്ഞാൽ ഇവർ ലെഡ് കോയിൻസും ബ്രോൺസ് കോയിൻസും ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവർ 2 റിലീജിയസ് കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ചൈത്യാസ് ഇവിടെ ബുദ്ധ ടെമ്പിൾ. അപ്പൊ ചൈത്യാസ് എന്താ പറഞ്ഞത്? ചൈത്യാസ് എന്ന് പറയുന്ന ബുദ്ധിസ്റ്റുകളുടെ എന്താണ്? പ്രെയർ ഹോൾസ് ആണ്. പ്രെയർ ഹോൾസ് നമ്മളന്ന് പടമൊക്കെ കണ്ട് പഠിച്ചാണ്. വിഹാർ അല്ലെങ്കിൽ വിഹാരാസ് എന്നും പറയും. എന്താണത്? ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ താമസിക്കുന്ന റെസിഡൻസ് ആണ്, അവരുടെ താമസ സ്ഥലമാണ് എന്ത്? വിഹാരാസ്. അപ്പം ഈ ഒരു സതവാഹനാസിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ പണിതിരുന്നു? ഈ ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്തൂപാസും ചൈത്യാസും വിഹാരാസും ഒക്കെ ആരുടെ കാലഘട്ടത്തിൽ പണിതിട്ടുണ്ട്? സതവാഹനാസിന്റെ കാലഘട്ടത്തിൽ പണിതിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സതവാഹനയും ശുങ്കയൊന്നായിട്ട് മിക്സ് ചെയ്യല്. ശുങ്ക വരുന്നത് ബ്രാഹ്മണിക്കലാണ്. സതവാഹൻ എന്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്? അപ്പം ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
അടുത്ത ലാസ്റ്റ് ഡൈനാസ്റ്റി നേറ്റീവ് സക്സസേഴ്സ് ആയിട്ടുള്ള ലാസ്റ്റ് ഡൈനാസ്റ്റി ഏതാണ് വരുന്നത്? ചേടി ഡൈനാസ്റ്റി ആണ്. ഞാൻ പറഞ്ഞല്ലോ ആരാണ് ഫൗണ്ടർ? മേഘവാഹന അല്ലെങ്കിൽ മഹാമേഘവാഹന എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ആ മാപ്പിൽ എന്താ പേര് കണ്ടേ? മഹാമേഘവാഹനാസ് എന്നാണ് കണ്ടത്. അപ്പൊ കലിംഗയുടെ ഹിസ്റ്ററി അറിയാലോ. കലിംഗയുടെ ഹിസ്റ്ററി എന്താണ്? ബിന്ദുസാരയുടെ കാലഘട്ടം വരെ കലിംഗ എന്നാണ്. കലിംഗ എന്നൊരു പ്രദേശം മാത്രം മൗര്യന്മാർക്ക് കൈയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിന്ദുസാരയ്ക്ക് ശേഷമുള്ള അശോകൻ ആദ്യം ചെയ്തത് എന്താണ്? ഈ കലിംഗ പിടിച്ചെടുക്കാൻ നോക്കി. അശോകന്റെ കാലഘട്ടത്തിൽ എന്താണ്? കലിംഗ മൗര്യൻ എംപയറോട് ചേരുകയും ചെയ്തു. അശോകന്റെ കാലശേഷം ഈ മൗര്യൻ എംപയർ തകർന്നു കഴിഞ്ഞപ്പോൾ ഈ കലിംഗ ആരുടെ അണ്ടറിലായി? ചേടി ഡൈനാസ്റ്റിയുടെ അണ്ടറിലായി. ഇപ്പൊ ചേടി ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഈ ഒരു ചേടി ഡൈനാസ്റ്റി ആ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് മൗര്യനിൽ ഈ ചേടി ഡൈനാസ്റ്റി അവിടെ ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? മഹാമേഘവാഹന എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചേടി ഡൈനാസ്റ്റി എന്ത് പേരിലും അറിയാം? മഹാമേഘവാഹനാസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നോക്ക്, ചേടി ഡൈനാസ്റ്റി എമേർജ് ഇൻ ദ കലിംഗ റീജിയൻ. ദാറ്റ് ഇസ് എവിടാണ്? നോർത്തേൺ ആന്ധ്രാപ്രദേശിന്റെ കുറച്ച് ഭാഗവും ഒഡീഷയൊക്കെ ചേർന്നാണ് വരുന്നത്. ക്യാപിറ്റൽ സിറ്റി വരുന്നത് സിസുപാൽ ഗർ ആണ്. സിസുപാൽ ഗർ. ഇമ്പോർട്ടന്റ് റൂളർ വരുന്നത് ഖരവേലയാണ്. ഖരവേല റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പോയിന്റ് എന്തോ. അപ്പൊ ഖരവേല ഈ ഒരു കാലഘട്ടത്തിൽ പ്രൊമോട്ട് ചെയ്തത് ഏത് റിലീജിയൻ ആണ്? ജൈനിസം ആണ്. ഞാൻ പറഞ്ഞാൽ ഈ ജൈനിസം ബുദ്ധിസം കഴിഞ്ഞു വരുന്ന ലീഡേഴ്സ് ഒക്കെ രണ്ട് രീതിയിലാണ്. ചിലർ ജൈനിസം പ്രൊമോട്ട് ചെയ്യും, ചിലരെന്താണ് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ നേസിക് ഇൻസ്ക്രിപ്ഷൻ ആരെ റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചു? ഗൗതമി പുത്ര സതകർണിയെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ ഏത് സ്ഥലമാണോ ആ സ്ഥലം റിലേറ്റ് ചെയ്തിട്ടാണ് പേര് വരുന്നത്. അപ്പൊ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ആരുടെ വിക്ടറീസ് ആണ് അതിൽ റെഫർ ചെയ്തേക്കുന്നത്? ഖരവേല, അതായത് ചേടി ഡൈനാസ്റ്റി വരുന്ന ഖരവേലയുടെ വിക്ടറീസ് ആണ്. അതിനെപ്പറ്റി എഴുതിയേക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് എന്ത്? ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായി? ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും റൂളേഴ്സിന്റെ പേരൊക്കെ മിക്സ് ചെയ്തിട്ട് എന്താണ് ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ നാസിക്കാണെങ്കിൽ ഗൗതമിപുത്ര സതകർണി, എന്താണ് ഹതികുംഭയാണെങ്കിൽ ആരാണ്? ഖരവേല. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന നേറ്റീവ് സക്സസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. ആരൊക്കെയായിരുന്നു? മൗര്യന്മാർ കഴിഞ്ഞ് ലാസ്റ്റ് മൗര്യൻ റൂളറെ കൊന്നുകൊണ്ട് ആരാണ് വരുന്നത്? ശുംഗ ഡൈനാസ്റ്റി ആണ് വരുന്നത്. അപ്പൊ മൗര്യൻ എവിടാണോ ഉള്ളത്? പക്ഷെ മൗര്യന്മാരുടെ അത്രയും ഉണ്ടോ ശുംഗ ഡൈനാസ്റ്റി? ഇല്ല. അപ്പോഴത്തേനും പല സക്സസേഴ്സ് ആയി. അപ്പൊ അവർ കൂടുതലും കൺഫൈൻ ചെയ്ത എവിടാണ്? മൗര്യന്മാരുടെ ക്യാപിറ്റൽ റീജിയൻ ആയ ഗാംഗറ്റിക് പ്ലെയിൻ അല്ലെ ബീഹാർ, ആ ഒരു മഗധ എംപയറിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ അത്രയും ഭാഗമാണ് ഏതിൽ വരുന്നത്? ശുംഗ ഡൈനാസ്റ്റി വരുന്നത്. ശുംഗയെ റീപ്ലേസ് ചെയ്ത് ശുംഗയുടെ ലാസ്റ്റ് റൂളറെ കൊന്നുകൊണ്ട് അവിടെ തന്നെ വരുന്ന ആ ജോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ തന്നെ വരുന്ന അടുത്ത ഡൈനാസ്റ്റിയാണ് കൻവ. അപ്പൊ ശുംഗയും കൻവയും അവിടെയാണ് വരുന്നത്. അതിന് താഴെയായിട്ട് ഡെക്കാൻ റീജിയനിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന വലിയ ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത്? ശതവാഹന ഡൈനാസ്റ്റി. അവരാണ് എന്ത്? ഡെക്കാൻ റീജിയനിൽ വരുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് കലിംഗ ഭാഗത്തായിട്ട് വരുന്ന ഡൈനാസ്റ്റി ഏതാണ്? ചേടി ഡൈനാസ്റ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ ഇൻവേഷൻ. അപ്പം നേറ്റീവ് ആയിട്ടുള്ള സക്സസേഴ്സ് 4 പേരായിരുന്നു. അവിടെ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സും ഫൗണ്ടേഴ്സും ഒക്കെ നമ്മൾ നോക്കി. ഇനി നോക്കാൻ പോകുന്നത് മൗര്യന്മാർ കഴിഞ്ഞിട്ടുള്ള ഫോറിൻ സക്സസേഴ്സ് ആരൊക്കെയായിരുന്നു. അപ്പം അതിൽ വരുന്ന ആരൊക്കെയാണ്? ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്യൻസ്, കുഷാനസ്. ഇനി മൊത്തം ഈ പോസ്റ്റ് മൗര്യൻ പീരീഡിനെ നമുക്ക് ഏത് ടൈം ലൈനിൽ ഉൾപ്പെടുത്താം? പോസ്റ്റ് മൗര്യൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടൈം ലൈൻ ഏതാണ്? BC അവസാനിച്ച് AD തുടങ്ങുന്ന കാലഘട്ടം. എൻഡ് ഓഫ് BC മുതൽ സ്റ്റാർട്ടിങ് ഓഫ് AC. AD അല്ല AD. അതായത് BC അവസാനിച്ച് നമുക്കറിയാം മൗര്യൻ എംപയർ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഏകദേശം 100 ചില്ലാനം BC-യിലാണ്. അപ്പോൾ 100 ചില്ലാനം BC മുതൽ ഏകദേശം 200-300 AD ആകുമ്പോഴത്തേന് ഗുപ്ത എംപയർ വരും. അപ്പം അതിന് മുമ്പ് 200-300 AD അടുപ്പിച്ചാണ് എന്ത് ഈ പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റികൾ മൊത്തം വരുന്നത്. അതിപ്പം നേറ്റീവ് സക്സസേഴ്സ് ആയാലും ഫോറിൻ സക്സസേഴ്സ് ആയാലും. അപ്പോൾ ഫോറിൻ ഇൻവേഷൻസിന്റെ പ്രത്യേകത ഇവരുടെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ നിങ്ങൾക്ക് ഏതാണ് ഐഡിയ വരുന്നത്? നോർത്ത് വെസ്റ്റേൺ ഭാഗമാണ്. നോർത്ത് വെസ്റ്റേൺ ഭാഗം. അപ്പോൾ അതിൽ ആരൊക്കെയാണ് വരുന്നത്? ഇൻഡോ ഗ്രീക്സ്. അത് കഴിഞ്ഞ് ഇൻഡോ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്ത് ഷാഗാസ് വരുന്നുണ്ട്. അതിനുശേഷം ഷാഗാസിനെ റീപ്ലേസ് ചെയ്ത ആര്? പാർത്യൻസ് വരുന്നുണ്ട്. പാർത്യൻസിനെ റീപ്ലേസ് ചെയ്ത് ലാസ്റ്റ് വരുന്ന ആരാണ്? കുഷാനാസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ആരാണ്? ഇൻഡോ ഗ്രീക്സ്. ഓക്കെ, ഇൻഡോ ഗ്രീക്സ്
അപ്പോൾ രണ്ട് കഥകളാണ് പറയുന്നത്. ഇൻഡോ ഗ്രീക്സിന് എന്താണ്, അലക്സാണ്ടർ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അലക്സാണ്ടറുടെ കുറേ ആർമി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെന്താണ് പോകുന്ന പല ഭാഗങ്ങളിലായി സെറ്റിലായി ഇന്ത്യക്കാരുമായിട്ട് എന്താണ് കൂടി താമസിക്കുകയും കല്യാണം കഴിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇൻഡോ ഗ്രീക്സ് എന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സിറിയയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും ബാക്ട്രിയ പാർത്തിയ എന്ന് പറയുന്ന രണ്ടായിട്ട് ആ രണ്ട് സ്ഥലങ്ങളും ഇൻഡിപെൻഡൻ്റ് ആകുകയും സിറിയയിൽ നിന്ന് വേർപെട്ട് ഇൻഡിപെൻഡൻ്റ് ആവും. ഈ ബാക്ട്രിയ എന്ന് പറയുന്ന സ്ഥലം ആര് കൈയെടുക്കുന്നു? ഡിമിട്രസ് എന്ന് പറയുന്ന ഒരു രാജാവ് കൈയെടുക്കുകയും അങ്ങനെ അദ്ദേഹം ബാക്ട്രിയയിലെ രാജാവാകുന്നു. ബാക്ട്രിയയിലെ രാജാവായതിനു ശേഷം അദ്ദേഹം എവിടേക്ക് വരികയാണ്? ഇന്ത്യ ഇൻവേഡ് ചെയ്യാണ്. ഏകദേശം 190 BC. ഞാൻ പറഞ്ഞല്ലോ BC തീർന്ന് AD തുടങ്ങുന്ന കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമിട്രിസ്, ബാക്ട്രിയൻ രാജാവായ ഡിമിട്രസ് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നു 190 BC ആകുമ്പോഴത്തേന്. അപ്പോൾ ഇവര് കൂടുതലും ഡിമിട്രസ് ഇന്ത്യയിലേക്ക് വന്ന് അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗം കൈയടക്കുന്നതാണ് ഫോറിൻ ഇൻവേഷൻ ഓഫ് പോസ്റ്റ് മൗര്യൻ എന്ന് പറയുന്നത്. ഇവര് റൂൾ ചെയ്ത ഭാഗം നമ്മൾ ആദ്യം തൊട്ടേ മാപ്പിൽ കണ്ടാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി. ക്യാപിറ്റൽ സിയാൽകോട്ട്, പാകിസ്ഥാനിലെ സിയാൽകോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്? ഡെമിട്രസ് ആണ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സ്റ്റോറി, ഒന്ന് ഇൻഡോ ഗ്രീക്സിന്റെ ആ ഒരു വഴിയും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ സിറിയയിൽ നിന്ന് സ്വതന്ത്രരായ ബാക്ട്രിയ പാർത്തിയ എന്ന് പറയുന്ന കിങ്ഡത്തിലെ ബാക്ട്രിയയിലെ രാജാവായ ഡിമിട്രസ് ഇന്ത്യയിലേക്ക് 190 BC വന്ന് അങ്ങനെ ഇവിടെ ഇൻഡോ ഗ്രീക്സ് വരികയാണ്. അതല്ലാതെ ഇമ്പോർട്ടൻറ്റ് റൂളർ വരുന്നതാണ് മിലിന്ദ അല്ലെങ്കിൽ മെനാൻഡർ എന്ന് പറയും. ഇപ്പോൾ ഇൻഡോ ഗ്രീക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. ഇദ്ദേഹം പിന്നീട് ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നാഗസേന അല്ലെങ്കിൽ നാഗാർജുന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്കിന്റെ ഉപദേശപ്രകാരം എന്ത് സ്വീകരിക്കുകയാണ്? ബുദ്ധിസം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പറ്റി ഒരു ബുദ്ധിസ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ബുക്ക് ഏതാണ്? മിലിന്ദ പൻഹ, അല്ലെ മിലിന്ദ പാൻഹോ എന്നും കാണാം. മിലിന്ദ പാൻഹോയും കാണാം, അല്ലെങ്കിൽ മിലിന്ദ പൻഹ എന്നും കാണാം. ഇവിടെ എനിക്കൊന്ന് കളർ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് ബ്ലൂവിൽ കൊടുത്തത്, പക്ഷെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത്ര കാണുന്നില്ല. അപ്പം എന്താണ് ഇൻഡോ ഗ്രീക്സിൻ്റെ ചോദിച്ചിട്ടുള്ള ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൻഡോ ഗ്രീക്സ് ആണ്. അതാണ് ലാസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഹൂ വെയർ ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ ഗോൾഡ് കോയിൻസിന്റെ, നമ്മൾ ലെഡ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലെഡ് സിൽവർ ഒക്കെ പറഞ്ഞു. ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ ഗോൾഡ് കോയിൻസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ ഗോൾഡ് കോയിൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പാണ്? ഇൻഡോ ഗ്രീക്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഇനി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ഇനി ഇൻ കേസ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഒരു ലാർജ് സ്കെയിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഒരു ലാർജ് എന്ന് വെച്ചാൽ ഒരു ബൾക്ക് എമൗണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? കുഷാന ഡൈനാസ്റ്റിയാണ്. ആദ്യമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ ഒരു ബൾക്ക് എമൗണ്ട് എന്നാണ് ചോദ്യം എന്ന് വന്നാൽ എന്താണ്? കുഷാന ഡൈനാസ്റ്റിയാണ് വരുന്നത്. അപ്പൊ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസ് ഇതാണ് ഡെമിട്രസ്. കാരണം ഡെമിട്രസിന്റെ പടമൊക്കെ നമുക്ക് ആ കോയിനിൽ കാണാം. ഇതുപോലെ പല പല ഗ്രീക്ക് റൂളേഴ്സും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത സിമ്പിൾസ് ഒക്കെയാണ് അവരുടെ കോയിനുകളിൽ വരുന്നത്. ഇൻഡോ ഗ്രീക്സിന്റെ ഭാഗം കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എവിടാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി. നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് വരുന്നത്. ഇവിടെ ആ സമയത്ത് എന്താണ്? ശുംഗ, സതവാഹന, പിന്നെ അപ്പുറത്ത് ചേടി ഡൈനാസ്റ്റി ഒക്കെ കിടപ്പുണ്ട്. ഇവരെ ഈ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് ഭരിച്ചിരുന്നു. കോയിൻസ് ആണ് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കോയിൻസ് ആണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡോ ഗ്രീക്സ്. അപ്പോൾ ഇൻഡോ ഗ്രീക്സിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിമിട്രസ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതെന്ന് കരുതപ്പെടുന്നു. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആരാണ്? മിലിന്ദയാണ്. മിലിന്ദയെ പറ്റി നമുക്ക് എവിടെയും കാണാൻ പറ്റും. ബുദ്ധിസ്റ്റ്, അദ്ദേഹം പിന്നീട് ബുദ്ധിസം സ്വീകരിക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ബുക്കായ മിലിന്ദ് പാൻഹോയിലും മിലിന്ദയെ പറ്റിയുള്ള റെഫറൻസ് കാണാൻ പറ്റും. ചോദ്യം ചോദിച്ചിട്ടുള്ള PYQ എന്താണ്? ഇൻഡോ ഗ്രീക്സിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗോൾഡ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൻഡോ ഗ്രീക്സ് ആണ്. അടുത്തത് ഇൻഡോ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്ത് വരുന്ന രാജവംശം അല്ലെങ്കിൽ അടുത്ത ഡൈനാസ്റ്റിയാണ് ഷാഗാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഗാസിനെ ഷൈത്യൻസ് എന്ന് പറയുന്നതുണ്ട്. പ്രൊണൗൺസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പലരും. അപ്പോൾ ഷാഗാസ് ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്? ഇൻഡോ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഷാഗാസിനെ പറ്റിയുള്ള റെഫറൻസ് നമുക്കറിയാം. ആരെങ്കിലും ഏതെങ്കിലും ഒരു റൂളർ, ഒരു ഡൈനാസ്റ്റിയെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ താമസിച്ചിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ ഭരിച്ചിരുന്നു എന്നുള്ളത് ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെടുന്ന ബുക്കുകളിൽ നിന്നാണ് നമുക്ക് ലിറ്റററി സോഴ്സസിൽ നിന്നാണ് നമുക്ക് ഈ എവിഡൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഷാഗാസിനെ പറ്റി ഏത് ബുക്കിൽ റെഫർ ചെയ്തിട്ടുണ്ട്? മഹാഭാഷ്യയിൽ.
മഹാഭാഷ്യ എന്ന് പറയുന്ന ബുക്കിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ശാഖ കിങ്, ഇന്ത്യയിലെ ആദ്യത്തെ ശാഖ കിങ് എന്നറിയപ്പെടുന്നത് മൗസ് അല്ലെങ്കിൽ മോഗയാണ്. മോഗ. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു ശാഖ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? മോഗയാണ്. മോഗ അല്ലെ മൗസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സക്സീഡ് ചെയ്യുന്ന അടുത്ത റൂളറാണ് ആസസ് എന്ന് പറയുന്നത്. പിന്നെ കുറേ റൂളേഴ്സ് വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഹിപ്പോസ്ട്രാറ്റസ് പല റൂളേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാഖ റൂളറാണ് ആര്? രുദ്രദമൻ. ആരാണ്? രുദ്രദമൻ. 130 AD മുതൽ 150. നമ്മളിപ്പോൾ സതവാഹനയിൽ ഗൗതമിപുത്ര സതകർണി എന്ന് പറയും. അതുപോലെ നമ്മളെന്താണ് മൗര്യൻ എംപയറിലാണ് ആരുടെ പേരാ പറയുന്നത്? അശോകൻ എന്ന് പറയും. അതുപോലെ ഓരോ ഡൈനാസ്റ്റിയിലും ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് റൂളർ കാണും. അങ്ങനെ ശാഖ ഡൈനാസ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് റൂളർ ആരാണ്? രുദ്രദമനാണ്. അപ്പോൾ നമ്മളെ ഈ രുദ്രദമൻ എന്താണ്? തൻ്റെ മകളെ ഈ സതവാഹന റൂളറിൽ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. പക്ഷേ ഈ സതവാഹന റൂളേഴ്സുമായിട്ട് എന്താണ് നിരന്തരമായിട്ട് യുദ്ധങ്ങൾ ആരുമായിട്ടുണ്ടായിരുന്നു? രുദ്രദമനുമായിട്ടുണ്ട്. കൂടുതലും യുദ്ധങ്ങൾ ജയിച്ച ആരാണ്? രുദ്രദമൻ തന്നെയാണ്. പിന്നെ ഈ ഒരു മാട്രിമോണിയൽ അലയൻസ് ഉള്ളതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം എന്താണ് ജീവനോടൊക്കെ വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഏതൊക്കെ ഇൻസ്ക്രിപ്ഷൻ കണ്ടു? നാസിക് കണ്ടു, ഹതികുംബ കണ്ടു. അത് കഴിഞ്ഞിട്ട് ജുനഗഡ്, ഗുജറാത്തിലെ സ്ഥലമാണ് ജുനഗഡ്. ജുനഗഡിലെ ഇൻസ്ക്രിപ്ഷന് ആരെ പറ്റി പറയുന്നതാണ്? ആദ്യമായിട്ട് ഒരു ഇൻസ്ക്രിപ്ഷൻ അപ്പൊ ഇതുവരെയുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഏത് ഭാഷയിലായിരുന്നു? അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. കൂടുതലും ഇൻസ്ക്രിപ്ഷൻസ് ആ സമയത്തൊക്കെ ഏത് ഭാഷയിലാണ്? പ്രാകൃറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ജുനഗഡിലെ ഇൻസ്ക്രിപ്ഷൻ മാത്രം ഏത് ഭാഷയിലാണ് വരുന്നത്? ഫസ്റ്റ് അവർ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൽ വരുന്ന ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ എന്ത് പറയുന്നത്? ആരെ പറ്റിയാണ് പറയുന്നത്? ശാഖ റൂളറായ രുദ്രദമനെ പറ്റിയാണ് പറയുന്നത്. രുദ്രദമൻ. പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ഒരു പോയിന്റ് പറയുന്നത് അദ്ദേഹം സുദർശൻ ലേക്ക് എന്നാണ് കുറച്ചുകൂടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണ് സുദർശൻ ലേക്ക്? സുദർശൻ ലേക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. എവിടാണ് സുദർശൻ ലേക്ക് വരുന്നത്? ജുനഗഡ്, ഗുജറാത്തിലെ ജുനഗഡിലാണ് വരുന്നത്. അപ്പൊ ഇത് റിപ്പയർ ചെയ്തെന്ന് പറയുമ്പോൾ എന്തായാലും ഇദ്ദേഹമല്ല ഇത് ഉണ്ടാക്കിയത്, റിപ്പയർ ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരുടെ അണ്ടറിലായിരിക്കും? ആരുടെ ഒരു പാട്രണേജിന്റെ സമയത്തായിരിക്കും സുദർശനിലേക്ക് പണിതത്? ആരാണ് ആൻസർ? ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യ സുദർശനിലേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വേറെ ഇത് കഴിഞ്ഞിട്ടുള്ള റൂളേഴ്സ് ഒക്കെ എന്ത് ഈ ഒരു ലേക്ക് റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു ബേസിക് നീഡ്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുദർശൻ ലേക്ക് ആര് റിപ്പയർ ചെയ്തിട്ടുണ്ട്? രുദ്രദമൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഏതിൽ കാണാൻ പറ്റും? ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. എന്താണ് സുദർശൻ ലേക്ക്? ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. എവിടെയാണ് വരുന്നത്? ജുനഗഡ്, ഗുജറാത്തിലെ ജുനഗഡിലാണ് വരുന്നത്. അങ്ങനെ റിപ്പയർ ചെയ്തെങ്കിൽ ആരായിരിക്കും പണിതത്? ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിലാണ് എന്ത് പണിതത്? സുദർശൻ ലേക്ക് പണിതത്. കൂടുതൽ അദ്ദേഹം സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എന്തിൽ വന്നത്? സാൻസ്ക്രിറ്റിൽ വന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാഖ റൂളേഴ്സ് ആണ്. നഹപാന, ഉഷവദേവ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് മതി? നമുക്ക് ഒരു പേര് മാത്രം ഓർത്താൽ മതി. ഏതാണ്? രുദ്രദമൻ. രുദ്രദമൻ. പിന്നെ മോഗ. ഫൗണ്ട് ചെയ്ത ആരാണ്? മോഗ. ഫൗണ്ടർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ. ഈ രണ്ട് കാര്യം. ആ ഇമ്പോർട്ടൻ്റ് റൂളറെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നോക്കേണ്ടത്. ഇനി കിങ് ഓഫ് ഉജ്ജയിൻ വിക്രമാദിത്യ ഡിഫീറ്റഡ് ദ ശാഖാസ്. ഏതാണ് വിക്രമാദിത്യ? നമ്മൾ എത്തിയില്ലേ. ഈ വിക്രമാദിത്യ വരുന്ന ആരാണ്? ചന്ദ്രഗുപ്ത ടു. അതായത് ഗുപ്ത എംപയറിലെ രണ്ടാമത്തെ രാജാവായ വിക്രമാദിത്യൻ ആരെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്? ശാഖ റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു. നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്? AD തുടക്ക കാലഘട്ടമായി. അപ്പോൾ AD തുടക്ക കാലഘട്ടം ആകുമ്പോൾ AD 300 ഒക്കെ ആകുമ്പോഴത്തേന് ആര് ശക്തമായിട്ട് വരും? ഗുപ്ത എംപയർ ശക്തമായിട്ട് വരും. അപ്പോൾ അവരും ഇവരൊക്കെ തമ്മിൽ ഏകദേശം എന്താണ്? ഒരേ സമയമായതുകൊണ്ട് തന്നെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഷാഗാസിനെ റിലേറ്റ് ചെയ്തിട്ട് രണ്ട് ഷാഗാസ് ഇൻഡോ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ വന്നാണ്. ഇമ്പോർട്ടൻറ്റ് റൂളർ ആരാണ്? മോസ് അല്ലെങ്കിൽ മോഗയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഫൗണ്ടറാണ്. ഇമ്പോർട്ടൻറ്റ് റൂളർ എന്ന് പറയുന്ന ആരാണ്? രുദ്രദമനാണ്. രുദ്രദമനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് ഏത്? ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് റിപ്പയർ ചെയ്തിട്ടുണ്ട്? സുദർശൻ ലേക്ക് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഷാഗാസിന് മൊത്തത്തിൽ 5 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അത് അവരുണ്ടായിരുന്ന ഭാഗങ്ങളിൽ 5 ബ്രാഞ്ചുകൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെസ്റ്റേൺ ഇന്ത്യ ആയിരുന്നു. ഇനി 5 ഭാഗങ്ങൾ, അവരുടെ 5 ബ്രാഞ്ചസ് എവിടേക്കായിരുന്നു വെച്ചാൽ, ഒന്ന് അഫ്ഗാനിസ്ഥാനിലാണ് വരുന്നത്, ഒന്ന് പഞ്ചാബ് പ്രൊവിൻസ് തക്സിലയിലാണ് വരുന്നത്, 3 എവിടെയാണ്? മധുര, 4 വെസ്റ്റേൺ ഇന്ത്യ, 5 എന്നാണ് ഡെക്കാൻ റീജിയൻ.
ഈ ഒരു ഭാഗമൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു റീജിയൻ വെച്ചിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അറിഞ്ഞിരുന്നാൽ മതി. ശാഖയ്ക്ക് എന്താണ് ഒരു 5 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. അതിവിടെയൊക്കെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ഏത് തന്നെയാണ് നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്ന ഭാഗമാണ്. ഓക്കെ, അടുത്തത് വരുന്നത് പാർത്യൻസ് ആണ്. അപ്പോൾ ഇൻഡോ ഗ്രീക്സ് സെൻട്രൽ ഏഷ്യ എന്ന് വന്നു, ഷാഗാസ് ഏകദേശം സെൻട്രൽ ഏഷ്യ എന്ന് വന്നവരാണ്. ഇനി പാർത്യൻസ് എന്ന് പറയുന്നത് ഇറാനിൽ ഒറിജിനലി ഇറാൻകാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ സെൻട്രൽ ഏഷ്യ എന്ന് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നായിരിക്കാം. അപ്പൊ അവരാണ് ഇനി ഷാഗാസിനെ റീപ്ലേസ് ചെയ്ത് എവിടെ വരാൻ പോകുന്നത്, നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ വരാൻ പോകുന്നത്. പക്ഷെ ഇവർ ഷാഗാസ് കൺട്രോൾ ചെയ്ത് അത്രയും ഏരിയാസ് ആര് കൺട്രോൾ ചെയ്തിട്ടില്ല, പാർത്യൻസ് കൺട്രോൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു പേരാണ് ഗോണ്ടാഫെറോൺസ് അല്ല ഗോണ്ടാഫെറോൺസ് അങ്ങനെ പറയും. ഈ ഒരു രാജാവിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സെന്റ് തോമസ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്, ഇന്ത്യയിൽ ഏത് രാജാവ് ഉണ്ടായിരുന്നു, അപ്പൊ ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഗോണ്ടാഫെറോൺസ് ആണ്. അപ്പോൾ ഇതാണ് സെന്റ് തോമസ് is said to have come to India ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ എന്താണ് എത്തിയത് ആരുടെ കാലഘട്ടത്തിലാണ്, ഈ ഒരു പാർത്യൻ കിങ്ങിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം എന്താണ് ഈ ഒരു എംപയർ മൊത്തത്തിൽ തകരുകയും ഓരോരോ ചെറിയ ചെറിയ ഇതായിട്ട് തകരുകയും അടുത്ത എംപയർ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് കുഷാനാസ് എന്ന് പറയുന്ന ഒരു എംപയർ ആരുടെ അണ്ടറിൽ, കുജില കഡ്ഫൈസസ് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് കുഷാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് കുജില കഡ്ഫൈസസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏത് ഡൈനാസ്റ്റി വരുന്നു, കുഷാന ഡൈനാസ്റ്റിയാണ് വരുന്നത്. അപ്പോൾ പാർത്യൻസിൽ ഓർക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഇതാണ്. പാർത്യൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറാൻ ഭാഗത്തു നിന്ന് വന്നവരാണെന്നാണ് കരുതപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ അതാണ് ഗോണ്ടാഫെറോൺസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ത് സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് കാലഘട്ടത്തിന് ശേഷം ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡൈനാസ്റ്റി ആര് റീപ്ലേസ് ചെയ്യുവാണ്, കുഷാന ഡൈനാസ്റ്റി റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് എന്തെന്ന് പറയുന്നത്, ലാസ്റ്റ് ഫോറിൻ ഡൈനാസ്റ്റി. കുഷാന ഡൈനാസ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്താണ് യൂച്ചിസ് അല്ലെ തൊഷാരിയ എന്നുള്ള പേരുകളിലും അറിയപ്പെട്ടിരുന്നു. നോർത്ത് സെൻട്രൽ, ഇവർ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ചൈനയിലെ ഭാഗത്ത് സദേൺ ചൈനയിലേക്ക് പോവുകയും എന്നിട്ട് അവിടുന്ന് പിന്നീട് എന്താണ് ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചൈനയോടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പക്ഷേ എന്താണ് സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്ന് ഏകദേശം ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്നാണ് ഇവർ കവർ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഏകദേശം നോർത്ത് ഇന്ത്യയുടെ ഏകദേശം മെയിൻ ഭാഗങ്ങളൊക്കെ ആരുടെ അണ്ടറിലായിരുന്നു, കുഷാനാസിന്റെ അണ്ടറിലായിരുന്നു. നമുക്ക് കാലഘട്ടം 375 അതായത് ഗുപ്ത എംപയറിന്റെ ഒക്കെ തുടക്കം അല്ലെ അതിന്റെ ഒരു സെൻത്ത് ടൈമിൽ ആരുണ്ട്, കുഷാന ഡൈനാസ്റ്റി ഉണ്ട്. ആരെ റീപ്ലേസ് ചെയ്തു, പാർത്യൻസിനെ റീപ്ലേസ് ചെയ്തു. ആൻഡ് അവരെന്താണ് കുറച്ചുകൂടെ പാർത്യൻസ് കുറച്ച് ഭാഗങ്ങളെ ഭരിച്ചിരുന്നുള്ളെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ഗാംഗറ്റിക് ബേസിൻ വരെ എന്താണ് ഈ ഒരു ഡൈനാസ്റ്റി ആ നോർത്ത് വെസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ ഭാഗങ്ങളിലേക്ക് ഏത് ഡൈനാസ്റ്റി വന്നിട്ടുണ്ട്, കുഷാന ഡൈനാസ്റ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിനെ ഈസ്റ്റേൺ കൺട്രീസിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ട്രേഡ് റൂട്ടാണ് ഏൻഷ്യൻറ്റ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. പല കാലത്തായിട്ട് പല രാജാക്കന്മാർ വലുതാക്കി ഇത് ഒരു ട്രേഡ്, അതിൽ പല പല ട്രാക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു കൺട്രോൾ, ആ ഒരു സിൽക്ക് റൂട്ടിന്റെ കൺട്രോൾ തന്നെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, കുഷാനാസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇതിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് കുജില കഡ്ഫൈസസ്, നമ്മൾ അടുത്ത PPT കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ കൂടുതൽ ഏതാണ് ഇത് റോമൻ കോയിൻസിന്റെ കോപ്പർ ഇമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യം വരുന്ന ഇതാണ്, ദ ഡൈനാസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ കഡ്ഫൈസസ് 1 അല്ലെങ്കിൽ കുജില കഡ്ഫൈസസ്. കുജില കഡ്ഫൈസസ്. ഞാൻ നേരത്തെ ഇൻഡോ ഗ്രീക്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ഗോൾഡ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ കേസ് ചോദ്യം ചോദിക്കുകയാണ് ഗോൾഡ് കോയിൻസ് ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ഒരു വൈഡ് എമൗണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, കുഷാനാസ് ആണ്. അതാണ് they were the first rulers in India to issue gold coins on a wide scale. ഏറ്റവും വലിയൊരു എമൗണ്ടിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ആരാണ്, കുഷാന. ഇനി അതിൽ ഇമ്പോർട്ടൻറ്റ് റൂളർ ആരാണ്, കനിഷ്ക. കനിഷ്കയാണ്. സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്, കനിഷ്ക. സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്ന, അശോകന് ശേഷം അടുത്ത അതായത് അശോകനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അതേ സ്വഭാവവിശേഷത ഉള്ള ഒരു രാജാവായിരുന്ന ആര്, കനിഷ്ക. അപ്പം അശോകൻ ചെയ്ത മെയിൻ ഒരു സ്വഭാവം ഏതായിരിക്കും കനിഷ്കയെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്,
ബുദ്ധിസത്തിന്റെ പ്രൊമോഷൻ. ഇപ്പൊ മെയിൻ ആയിട്ട് ഓർക്കുന്നുണ്ടോ അറിയത്തില്ല, നമ്മൾ ബുദ്ധിസം ക്ലാസ് പറഞ്ഞപ്പം 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കാശ്മീരിൽ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? കനിഷ്കയുടെ അണ്ടറിലാണ്. ഞാൻ പറഞ്ഞല്ലോ കനിഷ്ക നോർത്ത് വെസ്റ്റേൺ ഭാഗം, കുറച്ചുകൂടെ ഗാംഗറ്റിക് പ്ലെയിന്, നോർത്ത് ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ എന്താണ് കനിഷ്കയുടെ അണ്ടറിലെ അല്ലെ കുഷാന ഡൈനാസ്റ്റിയുടെ അണ്ടറിലെ. അതുകൊണ്ട് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന രാജാവ് ആരാണ്? കനിഷ്കയാണ്. കനിഷ്കയുടെ ഒരു ഹെഡ്ലെസ് സ്റ്റാച്ചു നമുക്ക് എവിടെ കാണാൻ പറ്റും? മധുരയിൽ കാണാൻ പറ്റും. കണ്ടോ, 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കലണ്ടർ, നമ്മുടെ നാഷണൽ കലണ്ടറായ ശക കലണ്ടർ അല്ലെങ്കിൽ ശകവർഷം. ശകവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 78 AD ശകവർഷം. ഇതാണ് ശക കലണ്ടറാണ് ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ. ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ ഈ ഒരു കാലഘട്ടം, ഈ ഒരു എറ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? കനിഷ്കനാണ്. നാഷണൽ കലണ്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ജനുവരി തൊട്ട് ഡിസംബർ വരെ വരുന്ന ഗ്രിഗോറിയൻ കലണ്ടറാണ്. ശാഖ കലണ്ടറിലെ ഡേറ്റ് നമ്മുടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം മാർച്ച് 21, 22 അവരുടെ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ശാഖ കലണ്ടറാണ് ഇന്ത്യയുടെ എന്ത് നാഷണൽ കലണ്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ ഈ ശാഖ കലണ്ടർ ഇന്ത്യയുടെ ഗസറ്റിന്റെ പബ്ലിക്കേഷൻ, ഗസറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ കാര്യങ്ങളൊക്കെ എന്താണ് ശാഖ കലണ്ടർ വെച്ചിട്ടാണ് പറയുക. ഓൾ ഇന്ത്യ റേഡിയോ ഇങ്ങനെ ഗവൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഏതിലാണ് പറയുന്നത്? ശാഖ കലണ്ടർ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ശാഖ എറ അല്ലെങ്കിൽ ശാഖ കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശാഖ എറ ബേസ് ചെയ്തിട്ടാണല്ലോ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് AD 78 AD ആരാണ് ഈ ഒരു എറ ഫൗണ്ട് ചെയ്യുന്നത്? ഈ ഒരു എറ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? കനിഷ്കനാണ്. കനിഷ്കയുടെ കാലഘട്ടത്തിലാണ് എന്ത് ശകവർഷം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ചരക ഫേമസ് ആയിട്ട് നമുക്കറിയാം, സർജന്റെ ഒക്കെ ഫാദർ എന്ന് പറയുന്നത് ചരക എന്ന് പറയുന്നത് ആരുടെ കോർട്ടിലെ ഫിസീഷ്യൻ ആയിരുന്നു? കനിഷ്കയുടെ കോർട്ടിലെ ഫിസീഷ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ മെയിനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കാനുള്ളതാണ് ആരാണ് ഫൗണ്ടർ. ഈ ഒരു കുഷാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? കുജുല കഡ്ഫൈസസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പഠിക്കാനുള്ളത് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഒരു വലിയ എമൗണ്ടിൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഒരു വലിയ എമൗണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ് ആൻസർ വരുന്നത്? കുഷാനാസ് ആണ്. അതുപോലെ തന്നെ കനിഷ്കയുടെ ഹെഡ്ലെസ് സ്റ്റാച്ചു നമുക്ക് എവിടെ കാണാൻ പറ്റും? മധുരയിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ് കനിഷ്കയുടെ മെയിൻ, കനിഷ്ക റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്താണ്? അദ്ദേഹമാണ് 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തത്. സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? കനിഷ്കയാണ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ് അദ്ദേഹമാണ് ഇന്ത്യയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ശകവർഷം 78 AD തുടങ്ങുന്ന ശകവർഷം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ആരാണ്? കനിഷ്കനാണ്. അതുപോലെ തന്നെ ശകവർഷം റിലേറ്റ് ചെയ്തു വരുന്ന ശാഖ കലണ്ടർ ആണ് ഇന്ത്യയുടെ എന്ത് നാഷണൽ കലണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഗസറ്റിലും ഓൾ ഇന്ത്യ റേഡിയോയിലും പലയിടത്തും നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ശാഖ കലണ്ടർ. നമ്മുടെ ഇപ്പൊ കണ്ടംപററി ആയിട്ട് നമ്മൾ ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ളത് ഏതാണ്? ഗ്രിഗോറിയൻ കലണ്ടർ ആണ്. ഇനി ചരക എന്ന് പറയുന്നത് ആരുടെ കോർട്ടിലെ ഫിസീഷ്യൻ ആയിരുന്നു? കനിഷ്കയുടെ കോർട്ടിലെ ഫിസീഷ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി കനിഷ്കയുടെ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ എംപയർ ഏകദേശം റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ, ഇന്ത്യ ഇത്രയും ഭാഗങ്ങളിൽ ഇതിന്റെ പല പാർട്സിലായിട്ട് വ്യാപിച്ചിരുന്നെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽസ് ആയിട്ട് പെഷാവാറും മധുരയും ഉണ്ടായിരുന്നെന്നും അദ്ദേഹം എന്താണ് നമ്മൾ പറഞ്ഞു ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പെഷാവാറിൽ ഒരു സ്തൂപ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് സ്തൂബയുടെ പടവും അതിന്റെ എന്താണ് എക്സ്പ്ലനേഷൻസ് ഒക്കെ പോയതാണ്. അപ്പൊ അതേ സ്തൂബ എന്താണ് പെഷാവാറിൽ സ്ഥാപിക്കുകയും ഏറ്റവും എന്താണ് ആർട്ടും ലിറ്ററേച്ചറും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ആൾക്ക്. പിന്നെ എന്താണ് പാറ്റേൺ ഓഫ് ബുദ്ധിസവും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കനിഷ്കയാണ്, ഞാൻ പറഞ്ഞല്ലോ കുഷാന ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഏൻഷ്യന്റ് സിൽക്ക് റൂട്ട് എന്താണ് കൺട്രോൾ ചെയ്തതെന്ന് പറയുന്നു. അപ്പൊ കനിഷ്കയാണ് എന്താണ് ഈ ഒരു സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്തത് എവിടെ? സെൻട്രൽ ഏഷ്യയിൽ. ഇനി കുഷാന റൂളേഴ്സിലെ ലാസ്റ്റ് ഗ്രേറ്റ് കുഷാന റൂളർ എന്ന് പറയുന്ന ആരാണ്? വസുദേവ വണ്ണാണ്. അപ്പൊ ഏകദേശം ഇതാണ് നമ്മുടെ എന്ത് ഇതോടെ എന്താണ് ഈ ഒരു മൗര്യൻ പീരീഡ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഏകദേശം ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു മൗര്യൻ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള സക്സസേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നേറ്റീവ് സക്സസേഴ്സും മറ്റേത് എന്താണ് ഫോറിൻ സക്സസേഴ്സും. രണ്ടുപേരുടെയും ജോഗ്രഫിക്കൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫോറിൻ സക്സസേഴ്സ് ആണെങ്കിൽ കൂടുതൽ എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ ഭാഗവും. നേറ്റീവ് സക്സസേഴ്സ് ആണെങ്കിൽ എന്താണ്? ഒന്ന് ഗാംഗറ്റി പ്ലെയിന് വരുന്ന രണ്ട് ഡൈനാസ്റ്റി, പിന്നെ കലിംഗ, പിന്നെ എവിടെയാണ് ഡെക്കാൻ റീജിയന് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള PYQs നോക്കിയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗൗതമി പുത്ര സതകർണി ഇസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? ഏതാണ് വരുന്നത്? സതവാഹനയാണ്. അടുത്തത് ഹു വെയർ ദ ഫസ്റ്റ് ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ? ആരാണ്? ഇൻഡോ ഗ്രീക്സ് ആണ്.
മൂന്നാമത്തെ ചോദ്യം, ഹു വെയർ ദ ഫസ്റ്റ് ടു ഇഷ്യൂ ദ ലാർജസ്റ്റ് ഹോർഡ്സ് ഓഫ് ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ? ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത ആരാണ്? കുഷാന ഡൈനാസ്റ്റി ആണ്. നാലാമത്തെ ചോദ്യം, ഹു ഫൗണ്ടഡ് ദ കുഷാന ഡൈനാസ്റ്റി? ആരാണ്? കുജുല കട്ട്ഫൈസസ്. കജുല കട്ട്ഫൈസ്. പേരുകളൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്, ഹു അസാസിനേറ്റഡ് ദ ലാസ്റ്റ് മൗര്യൻ കിങ് ബൃഹദ്രഥ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ശുംഗ ഡൈനാസ്റ്റി? ആരാണ് ബൃഹദ്രഥയെ കൊന്ന് ശുംഗ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന്? ആരാണ്? വസുദേവ കൻവ, പുഷ്യമിത്ര ശുംഗ, കനിഷ്ക, ഗൗതമി പുത്ര സതകർണി. ആരാണ്? പേരിൽ തന്നെ ഉണ്ട്, ആരാണ്? പുഷ്യമിത്ര ശുംഗ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കുഷാന റൂളർ ഈസ് നോൺ ഫോർ കൺട്രോളിംഗ് ദ സിൽക്ക് റൂട്ട് ആൻഡ് ബീങ് എ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് ബുദ്ധിസം? സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്ത കുഷാന രാജാവ് ആരാണ്? അദ്ദേഹം തന്നെയാണ് എന്തും കൺട്രോൾ ചെയ്തത്? സിൽക്ക് റൂട്ടും കൺട്രോൾ ചെയ്തത്. ആരാണ്? ഗോണ്ടോഫൻസ് ആണോ, കട്ട്ഫൈസസ് ആണോ, കനിഷ്കയാണോ, രുദ്രദമനാണോ? എന്താണ് ആൻസർ വരുന്നത്? കനിഷ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് റൂളർ ഓഫ് സതവാഹന ഡൈനാസ്റ്റി അല്ലെ സതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? സിമുഖയാണോ, ഗൗതമിപുത്ര സതകർണിയാണോ, സതകർണി 1 ആണോ, വശിഷ്ഠപുത്ര പുലമവി ആണോ? ആരാണ് സതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്? സിമുഖയാണ്. സിമുഖ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ശാക എറ വിച്ച് ബിഗാൻ ഇൻ 78 AD is associated with the accession of which ruler? ഏത് റൂളറുമായിട്ട് റിലേറ്റ് ചെയ്താണ് ശാക എറ? ഇന്ത്യയിൽ ശാക എറ, ശാക കലണ്ടർ ഒക്കെ വരുന്നതെന്ന്. അപ്പൊ ശാക എറ ഫൗണ്ട് ചെയ്ത ആരാണെന്ന് വിചാരിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നതിൽ കനിഷ്ക, വിക്രമാദിത്യ, ഗൗതമിപുത്ര സതകർണി, പുഷ്യമിത്ര ശുംഗ. എന്താണ് ആൻസർ വരുന്നത്? ആരുടെ കാലഘട്ടത്തിലാണ് ശകവർഷം തുടങ്ങുന്നത്? അതിന് ആൻസർ എന്താണ്? കനിഷ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡൈനാസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ വസുദേവ ആഫ്റ്റർ ഹി ഓവർത്രൂ ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ശുംഗ ഡൈനാസ്റ്റി? ദേവഭൂതി. ദേവഭൂതിയെ എന്താണ് കൊന്നുകൊണ്ട് ആര് വസുദേവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണ്? ഓപ്ഷൻസിൽ സതവാഹന, കുഷാന, കൻവ, ഗുപ്ത. ഏതാണ് ആൻസർ വരുന്നത്? വസുദേവയുടെ ഫുൾ നെയിം അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ആണ്. എന്താണ്? വസുദേവ കൻവ എന്നാണ് പേര്. അപ്പൊ ഏതാണ് ഡൈനാസ്റ്റി വരുന്നത്? കൻവ ഡൈനാസ്റ്റി. ഓക്കെ, ലാസ്റ്റില് the Junagadh inscription which provides details about the repair of Sudarshana Lake is associated with which Shaga ruler? സുദർശൻ ലേക്ക് എന്താണ് റിപ്പയർ ചെയ്ത ഒരാളുടെ പേര് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ഒരു രാജാവ് ആരാണെന്ന് ഓപ്ഷൻസിൽ നഹപാന, രുദ്രദമൻ 1, ആസസ്, മെനാന്തർ. ആരാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ഈ സുദർശന ലേക്കൊക്കെ എന്താണ് റിപ്പയർ ചെയ്തത്? രുദ്രദമനാണ്. രുദ്രദമൻ 1. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് പോസ്റ്റ് മൗര്യനി വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ്. 2 സെക്റ്റിലായിട്ടുള്ള നേറ്റീവും ഫോറിനും അത് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള PYQs ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് വരുന്നത്? ഈ ഒരു കണ്ടംപററി ആയിട്ട്, അതായത് മൗര്യൻസ് നോർത്തിലുണ്ടായിരുന്നപ്പം അവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഇല്ലാതിരുന്ന ഒരു ഭാഗമാണ് എന്ത്? എക്സ്ട്രീം സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം സൗത്ത് ഇന്ത്യയിലുള്ള ചോള, ചേര, പാണ്ഡ്യാസ് ഇവരെയും പറ്റിയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്താണ് സംഘം ഏജിനെ പറ്റിയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.